നമസ്കാരം, സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മാർച്ചിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ അടുത്തൊരു ന്യൂസാണ്, ഇഞ്ചിയിൽ നിന്ന് ഔഷധ ഗുണമുള്ള ജിഞ്ചറോൾ. ഇതിൻ്റെ പേറ്റന്റ് സ്വന്തമാക്കിയത് ആരാണ്? അർജുനയും കാർഷിക സർവകലാശാലയും. ഓക്കെ, ഇഞ്ചിക്കാർക്ക് വളരെയധികം പ്രതീക്ഷയേകുന്ന ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അപ്പോൾ സർവകലാശാല വികസിപ്പിച്ചെടുത്ത കാർത്തിക ഇനത്തിലുള്ള ഇഞ്ചിയിൽ നിന്നാണ് ജിഞ്ചറോൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. കാർഷിക സർവകലാശാല അതുപോലെ തന്നെ സജീവ സംയുക്തങ്ങളുടെ നിർമ്മാതാക്കളായ അർജുന നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ, ഇത് നമ്മുടെ കാർഷിക സർവകലാശാല, മണ്ണുത്തിയിലുള്ള കാർഷിക സർവകലാശാലയും അതുപോലെ തന്നെ അർജുന നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡും ഒരുമിച്ച് നിർമ്മിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ജിഞ്ചറോളിന് അല്ലെങ്കിൽ ഈ ഒരു കാർത്തിക എന്നുള്ള ആ ഒരു ഇഞ്ചി ഇനത്തിന് ആർക്ക് പേറ്റന്റ് ലഭിച്ചു? നമ്മുടെ അർജുനയും കാർഷിക സർവകലാശാലയ്ക്കും ലഭിച്ചു. ഔഷധ നിർമ്മാണം, പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ച് അതേപോലെ തന്നെ വികസിപ്പിക്കുന്ന ന്യൂട്രീഷണൽ ഫുഡ്സ്, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു സംയുക്തമാണ് എന്ത്? ജിഞ്ചറോള്. ഓക്കെ, വളരെ ശക്തവും ഔഷധ ഗുണവും ഉള്ളതാണ് ജിഞ്ചറോള്. അപ്പോൾ എല്ലാ ഇനം ഇഞ്ചിയിൽ നിന്നും ഈ ജിഞ്ചറോള് ലഭിക്കത്തില്ല. എന്നാൽ കാർത്തിക ഇനത്തിൽ, ഓക്കെ, കാർത്തിക എന്നുള്ള നമ്മുടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനത്തിൽ നിന്ന് ജിഞ്ചറോള് പൊടി രൂപത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പേറ്റൻ്റാണ് ലഭിച്ചിരിക്കുന്നത്. സർവകലാശാലയിലെ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, മുൻ ഡയറക്ടറും സെൻറ്റർ ഫോർ പ്ലാന്റ് ബയോളജി ആൻഡ് മോളിക്കുലാർ ബയോളജിയിലെ മുൻ പ്രൊഫസറും അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ MR ശൈലജയുടെ നേതൃത്വത്തിലാണ് ഇത് വികസിപ്പിച്ചത്. പേര് ഓർത്തു വെച്ചിരിക്കാം. ഇതിൻ്റെ പ്രൊഫസർ ആരാണ്? ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ MR ശൈലജ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2010 അപ്പോൾ അത്രയും ദീർഘമായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഈ കാർത്തിക എന്ന് പറഞ്ഞ ഇഞ്ചി ഇനം. അപ്പോൾ കാർത്തിക ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ ചോദിച്ച് വരാം അല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ കാർത്തിക ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ഇഞ്ചി ഇനത്തിൽ പെട്ടതാണ്. അടുത്തത് 2029 ഒറ്റ തിരഞ്ഞെടുപ്പ്. ഓക്കെ, ഇത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ട് സമർപ്പിച്ചത് ആരാണ്? ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ നമ്മുടെ ദ്രൗപദി മുർമുവിനാണ്. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? 2029 ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസത്തിന് ശേഷം തദ്ദേശീയമായിട്ടുള്ള തിരഞ്ഞെടുപ്പും നടത്തണം. ഇതാണ് ഒറ്റ തിരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകണം അല്ലേ. ലോക്സഭാ ഇലക്ഷൻ ഒരു സമയത്ത്, ഓരോ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഇലക്ഷൻസ് ഒരു സമയത്ത്, അങ്ങനെയാണ് സാധാരണ നടക്കുക അല്ലേ. ഇനി അങ്ങനെയല്ല, ഒരുമിച്ച് തന്നെ നിയമസഭാ ഇലക്ഷൻസും ലോക്സഭാ ഇലക്ഷൻസും നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നടത്തണം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഒരു നിയമസഭയെ തിരഞ്ഞെടുത്തു. ആ നിയമസഭ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഇടക്കാല ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു നിയമസഭ ഭൂരിപക്ഷം പോയിട്ട് പെട്ടെന്ന് നിയമസഭ നിലത്ത് വീഴാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഒറ്റ തിരഞ്ഞെടുപ്പേ ഉള്ളെങ്കിൽ ഈ 5 കൊല്ലം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഒരു നിയമസഭ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിസഭ രാജിവെച്ച് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴുകയാണെങ്കിൽ എന്ത് വേണം? ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താം. എന്നാൽ മറ്റേ മെയിൻ തിരഞ്ഞെടുപ്പുണ്ടല്ലോ 5 വർഷത്തിൽ നടത്തുന്നത്, ആ ഒറ്റ തിരഞ്ഞെടുപ്പിൻ്റെ സമയം വഴി, അതായത് 2 വർഷം ആയപ്പോഴത്തേക്കും ഒരു നിയമസഭ വീണിട്ടുണ്ടെങ്കിൽ ബാക്കി 3 വർഷത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വെക്കണം. എന്നിട്ട് വീണ്ടും ഈ 3 വർഷം, അതായത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പിന്നെ 5 വർഷത്തേക്കുള്ള ആ ഒരു കാലാവധി ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒറ്റ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അതായത് ഭരണഘടനയിൽ ഏത് വകുപ്പ് ഉൾപ്പെടുത്തണം? 82A എന്ന അനുച്ഛേദം ഉൾപ്പെടുത്തണം. അപ്പം അതിൻ്റെ കാര്യം എന്താണ്? 82A എന്ന അനുച്ഛേദം ഉൾപ്പെടുത്താൻ കാരണം 82A എന്നുള്ള അനുച്ഛേദമാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ വേണ്ട. നമുക്കറിയാം, അമെൻമെൻറ്റ്സ് നടത്തുമ്പോഴത്തേക്കും ഭരണഘടന ഇത് സംസ്ഥാനങ്ങളെയും കൂടെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പോലെയുള്ളതെങ്കിൽ സംസ്ഥാനം, അതായത് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ, സമ്മതം വേണമെന്നുണ്ട് അല്ലേ. പക്ഷേ 82A എന്ന അനുച്ഛേദം ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനങ്ങളുടെ ആ ഒരു അനുമതി അല്ലെങ്കിൽ ഒരു പകുതി സംസ്ഥാനങ്ങൾ റാറ്റിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ്?
ഈ ഭേദഗതിയിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല. തദ്ദേശ ഭരണ സമിതി എന്നിവയുടെ കാലാവധി അല്ലെങ്കിൽ നിയമസഭയുടെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കണമെന്നും ശുപാർശയുണ്ട്. റിപ്പോർട്ട് അംഗീകരിച്ചാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന മന്ത്രിസഭയ്ക്ക് വെറും 3 വർഷത്തെ കാലാവധിയേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഓക്കെ, 2029 ഇല്ലേ, 2026 അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വെറും 3 വർഷം ആകുമ്പോഴത്തേക്കും ഇല്ലേ, നമുക്ക് സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന് 5 വർഷമാണ് നമ്മുടെ മന്ത്രിസഭ ഉണ്ടാവുക അല്ലേ. 5 വർഷം കിട്ടുമോ? നെക്സ്റ്റ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കടന്ന് അടുത്ത മന്ത്രിസഭ നടന്നാൽ വെറും 3 വർഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. 2029 നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ കൂടെ തന്നെ നിയമസഭാ ഇലക്ഷനും നടത്തേണ്ടി വരും. അതേപോലെ തന്നെ തൂക്കുസഭയോ അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ വീണാൽ അവശേഷിക്കുന്ന കാലയളവിലേക്ക് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തണം. ഏതെങ്കിലും സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താനാവാത്ത സാഹചര്യത്തിൽ എന്ത് പറ്റും? രാഷ്ട്രപതിക്ക് പ്രത്യേക ഉത്തരവിലൂടെ മറ്റൊരു തീയതി നിശ്ചയിക്കാനാവും. പ്രത്യേക ഉത്തരവ് വേണ്ടി വരും നിയമസഭാ ഇലക്ഷൻ നടത്തിയില്ലെങ്കിൽ. അപ്പോൾ 2029 ഒറ്റ തിരഞ്ഞെടുപ്പ് വേണമെന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ രാംനാഥ് കോവിന്ദാണ്. ആർക്കാണ് സമർപ്പിച്ചത്? ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ നമ്മുടെ ദ്രൗപദി മുർമുവിന്. അടുത്തത് വീണ്ടും കുതിച്ചുയർന്ന സ്റ്റാർഷിപ്പ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് നമ്മുടെ ISROയുടെ നേട്ടങ്ങളെ പറ്റി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഹെവി ആയിട്ടുള്ള, ഏറ്റവും ഭാരമുള്ള റോക്കറ്റാണ് നമ്മുടെ ഫാൽക്കൺ ഹെവി എന്ന്. അതിലും ഭാരമുള്ള അടുത്ത റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന തന്നെയാണ്? നമ്മുടെ ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ സ്പേസ് എക്സ് തന്നെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോക്കറ്റ് പരീക്ഷണത്തിൻ്റെ 3ാമതാണ് ഇത് വിക്ഷേപിച്ചത്. വീണ്ടും ഇത് വിക്ഷേപിച്ചെങ്കിലും ഇത് സക്സസ് ആയില്ല. കാരണം ആദ്യത്തെ 2 പോലെ തന്നെ ഒന്നാമത്തെ, അതായത് സ്റ്റാർഷിപ്പ്, ഇത് 3ാമത്തെ പരീക്ഷണമാണ് നടക്കുന്നത്. ആദ്യത്തെ പരീക്ഷണങ്ങളിൽ എന്ത് സംഭവിച്ചു? ഈ നമ്മുടെ ലോ എർത്ത് ഓർബിറ്റ്, അതായത് ബഹിരാകാശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിച്ചു. 2ാമത്തെ സ്റ്റാർഷിപ്പ് വിക്ഷേപിച്ചപ്പോഴത്തേക്കും മുകളിലെ ബഹിരാകാശത്തെത്തി തിരിച്ചു വരുന്നതിന് മുമ്പ് പൊട്ടിപ്പോയി. അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതൊരു 2 തമ്മിൽ പൊട്ടിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. 3ാമത്തെ സ്റ്റാർഷിപ്പ്, ഇപ്പോൾ ഈ പരീക്ഷണം നടന്നത് എന്ത് സംഭവിച്ചു? പോയി എല്ലാ മോഡ്യൂൾസ് എല്ലാം വിഭജിച്ചു, തിരിച്ച് അന്തരീക്ഷത്തിൽ കയറി തിരിച്ച് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ഡിസ്ട്രക്ഷനായി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർഷിപ്പ്. ഇപ്പോൾ ഈ സ്റ്റാർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ നാസയുമായിട്ട് എന്താ പറയുക, ഒരുമിച്ചാണ് ഇത് നടത്തുന്നത്. കാരണം എന്താണ്? നമ്മുടെ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് ഈ സ്റ്റാർഷിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുകളിൽ പോയി തിരിച്ചെത്തിയാൽ മാത്രമേ മനുഷ്യരെ അതിൽ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കഴിഞ്ഞ തവണ നടത്തിയ 2 പരീക്ഷണങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. 121 മീറ്ററാണ് റോക്കറ്റിൻ്റെ ഉയരം. മനുഷ്യനും പുറമെ ഉപഗ്രഹങ്ങളും ദൂരദർശിനികളും എല്ലാം ചന്ദ്രനിലെത്തിക്കണം. മനുഷ്യനെ മാത്രം വിട്ടാൻ പോരാ, ചന്ദ്രനിൽ എന്തൊക്കെ കൊണ്ടുവയ്ക്കണം? ഉപഗ്രഹങ്ങളും അതേപോലെ തന്നെ ദൂരദർശിനികളിലും എല്ലാം കൊണ്ടുവച്ച് ചന്ദ്രനെ പറ്റി കൂടുതൽ പഠിക്കണം. അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള പര്യവേക്ഷണങ്ങൾ നടത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്ത്? സ്റ്റാർഷിപ്പ്. അടുത്തത് നമ്മുടെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചത് ഇപ്രാവശ്യം? രഞ്ജി ട്രോഫി ചോദിക്കാറുണ്ടല്ലേ PSC. ലഭിച്ചത് ആർക്കാണ്? മുംബൈക്കാണ്. തോൽപ്പിച്ചത് വിദർഭയെ. ഓക്കെ, ഫൈനലിൽ വിദർഭയെയാണ് നമ്മുടെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ നമ്മുടെ മുംബൈ തോൽപ്പിച്ചത്. ഓക്കെ, മുംബൈയിലെ 42ാമത്തെ കിരീടമാണിത്. കളിയിലെ താരം, മാൻ ഓഫ് ദി സീരീസ് ആരാണ്? മുഷീർ ഖാൻ. ഓക്കെ, ആരാണ് കളിയിലെ താരമായത്? മുഷീർ ഖാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആർക്കാണ് കിരീടം ലഭിച്ചത്? മുംബൈക്കാണ്. മുംബൈ തോൽപ്പിച്ചത് ആരെയാണ്? നമ്മുടെ വിദർഭയെയാണ്. മുംബൈയുടെ 42ാമത്തെ കിരീടമാണിത്. 169 റൺസിനാണ് തോൽപ്പിച്ചത്. ഇനി ഇതിൻ്റെ കളിയിലെ താരം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? അത് മുഷീർ ഖാനാണ്. മുഷീർ ഖാൻ. അടുത്തത് ടിക്ടോക്ക് നിരോധന ബില്ല് US സഭയിൽ പാസ്സായി. ഓക്കെ, നമുക്കറിയാം ടിക്ടോക്ക് അതുപോലെ തന്നെയുള്ള 79ഓളം ചൈനീസ് ആപ്പ് ഒരുമിച്ച് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ ടിക്ടോക്കിന് എന്തായി? നിരോധിച്ചിരിക്കുകയാണ്. US ടിക്ടോക്ക് നിരോധന ബില്ല് സഭയിൽ പാസ്സായി. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചൈനീസ് ആപ്ലിക്കേഷനായ ടിക്ടോക്കിന് ആ ഒരു
നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പൗരന്മാരുടെ ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ഡിഫൻസ് ഡേറ്റയും ചോർത്തുന്നു എന്നൊരു ആരോപണമാണ് ടിക്ടോക്കിന് മേലുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ലാസ്റ്റ്, അതായത് പ്രതിനിധി സഭയിൽ പാസ്സായെങ്കിലും സെനറ്റിലും കൂടി പാസ്സായി കഴിഞ്ഞാൽ നിരോധനം നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ ഡാൻസ് എന്നൊരു ചൈനീസ് കമ്പനിയിൽ നിന്ന് ഓഹരി കൈമാറ്റം ചെയ്യുകയൊക്കെ വേണ്ടിവരും. ഓക്കെ, ഓഹരി കൈമാറ്റത്തിന് US അംഗീകരിക്കുന്ന മറ്റൊരു കമ്പനിയെ കൂടെ ഈ ഒരു ടിക്ടോക്കിന് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ടിക്ടോക്ക് നിരോധിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? US ആണ്. സെനറ്റും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ടിക്ടോക്ക് US നിരോധിക്കും. അടുത്തത് ജെമിനയുടെ മണ്ടത്തരം. ഇമേജ് ജനറേഷൻ ടൂൾ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ പിഴയ്ക്കുന്നു. ടൂൾ നിർത്തിവെച്ചാണ് ഗൂഗിൾ. നമ്മുടെ ചാറ്റ് GPTയിലാണെങ്കിൽ ഇമേജ് ഒക്കെ ജനറേറ്റ് ആയി വരും അല്ലേ. പക്ഷേ ജെമിന എന്താണ്? ജെമിനയുടെ മേലെ വരുന്ന വലിയൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത വംശക്കാരുടെ, നമുക്കറിയാം ഫോറിനേഴ്സിൽ ഒരുപാട് പേര് വെളുത്ത ആൾക്കാരുണ്ട് അല്ലേ, യൂറോപ്യൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെളുത്ത വർഗ്ഗക്കാരുടെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മുടെ ജെമിനൈ മടിക്കുന്നു എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജെമിനയെ ഒരു വംശീയവാദി എന്ന് ആരോപിച്ചിട്ടുണ്ട്. ഓക്കെ, ജെമിനയെ വംശീയവാദി എന്ന പേരിലും ഗൂഗിളിന് ആ ഒരു പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജെമിനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമേജ് സെൻസിങ് അല്ലെങ്കിൽ ഇമേജ് ജനറേഷൻ ടൂൾസ് നിർമ്മിക്കുന്നതിൽ ജെമിനയ്ക്ക് വളരെ പിഴവുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ജെമിനയുടെ മേലിൽ വന്നിരിക്കുന്നത്. ജെമിനി വേറൊരു വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ്? നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു കാര്യത്തിൽ വെച്ച് വളരെയധികം പ്രതിഷേധങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ജെമിനയുടെ ഇമേജ് ജനറേഷൻ ടൂളാണ് ഗൂഗിളിന് ഈ തലവേദന ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇമേജ് ജനറേഷൻ ടൂള് ആളുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് പുറത്തു വരാൻ തുടങ്ങിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജെമിന എന്ത് ചെയ്യും? ഇമേജ് ജനറേഷൻ ടൂള് റീലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്നാണ് ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചാറ്റ് GPT, ഓപ്പൺ AIയുടെ ചാറ്റ് GPTയോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പുറത്തിറക്കിയതാണ് അല്ലേ ജെമിനൈ. അപ്പോൾ ആ ജെമിനയുടെ പ്രശ്നം എന്താണ്? വംശീയവാദിയാണെന്നുള്ളൊരു ആരോപണമെന്ന്. കാരണം വെളുത്ത വംശജരുടെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ വിസമ്മതിക്കുകയുണ്ടായി ജെമിനി എന്ന ചാറ്റ് ബോട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇമേജ് ജനറേഷൻ വളരെയധികം പ്രോബ്ലംസ്, അതായത് ഇമേജ് ജനറേഷനിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നു എന്നുള്ളതാണ് ജെമിനൈ നേരിടുന്ന ഒരു ആരോപണം. അടുത്തത്, സൗദിയിൽ ക്രിസ്ത്യാനോയ്ക്ക് 50. അൽ നാസർ ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? 50 ഗോള് തികച്ചു. ഓക്കെ, സൗദി ഫുട്ബോൾ ക്ലബ്ബ് അൽ നാസറിനായിട്ട് 50 ഗോൾ തികച്ച താരമാണ് ആര്? സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രോ ലീഗ് മത്സരത്തിൽ അൽ അഹ്ലിക്കെതിരെ 68-ാം മിനിറ്റിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് അടിച്ചിട്ടാണ് ഈ ഒരു നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയത്. ഓക്കെ, അടുത്തത് റോയൽ ബാംഗ്ലൂർ. എന്താണ്? ഇതുവരെ നമ്മളുടെ IPL നമ്മുടെ ബാംഗ്ലൂർ മെൻസ് ടീമിന് ലഭിക്കാതിരുന്നൊരു കാര്യം ഇപ്പോൾ ലഭിച്ചു അല്ലേ. എന്താണ്? വനിതാ പ്രീമിയർ ലീഗ് കിരീടം നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ്. ഓക്കെ, ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ഡൽഹിയെ തോൽപ്പിച്ചിട്ടാണ് IPL കിരീടം, നമ്മുടെ വുമൺസ് IPL കിരീടം സ്വന്തമാക്കിയത്. ജയം 3 പന്ത് ബാക്കി നിൽക്കെയാണ് ഇത് നടന്നത്. ശ്രേയങ്ക പട്ടീലിന് 4 വിക്കറ്റും ആശ ശോഭനയ്ക്ക് 2 വിക്കറ്റും ലഭിച്ചു. അതുപോലെ തന്നെ എലീസ പെരിയാണ് IPLലെ താരമായത്. ഓക്കെ, ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 16 വർഷം കളിച്ചിട്ടും ബാംഗ്ലൂർ ടീമിന് കിട്ടാക്കനിയായ കിരീടമാണ് ഒടുവിൽ വനിതകൾ നേടിയെടുത്തത്. നമുക്കറിയാം 16 വർഷമായില്ലേ IPL തുടങ്ങിയിട്ട്. എന്നാൽ ഇതുവരെ മെൻസ് ടീം, നമ്മുടെ വിരാട് കോഹ്ലിയുടെ ടീമിന് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ, IPL കിരീടം ലഭിച്ചിട്ടില്ല. എന്നാൽ ആദ്യത്തെ വനിതാ കിരീടം നേടിയത് ആരാണ്? നമ്മളുടെ IPLന്റെ വനിതാ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2ാം വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ജേതാക്കളായത്. അതായത് രണ്ടാമതായിട്ട് വനിതാ IPL നടക്കുന്ന ഇതിൽ വനിതാ IPL കിരീടം നേടിയത് ആരാണ്? അത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ഓക്കെ, ഇനി പ്രാഥമിക റൗണ്ടിൽ 1ാം സ്ഥാനക്കാരായി ഫൈനലിലെത്തിയ ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഓക്കെ, ആരെയാണ് തോൽപ്പിച്ചത്? ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തോൽപ്പിച്ചത്. അടുത്തത്, ഡൽഹി ക്യാപിറ്റൽസ് 18.3 ഓവറിൽ 2-115 ആയിരുന്നു. ജയിക്കാൻ അവസാന ഓവറിൽ 5 റണ്ണ് വേണ്ടിയിരുന്ന ബാംഗ്ലൂർ 3 പന്ത് ബാക്കി നിൽക്കെ
വിജയ റൺ കുറിച്ചു. ഓക്കെ, അടുത്തത് വിജയികൾക്ക് എത്രയാണ് സമ്മാനം ലഭിക്കുന്നത്? 6 കോടിയും റണ്ണറപ്പിന് 3 കോടിയും സമ്മാനം ലഭിച്ചു. ഓക്കെ, അപ്പോൾ വിജയികൾക്ക് എത്രയാണ്? 6 കോടിയും റണ്ണറപ്പിന് എത്ര ലഭിക്കും? 3 കോടിയും. ഓക്കെ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം എന്ന് പറയുന്നത് സ്പിന്നർമാരുടെയാണ്. ഓക്കെ, മെഗ്ലാങ്, ഷെഫാലി വർമ്മ ഇവരൊക്കെ വളരെയധികം നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ഓഫ് സ്പിന്നർ ആയിട്ടുള്ള ശ്രേഷയങ്ക പാട്ടീൽ 3.3 ഓവറിൽ 12 റൺസിന് 4 വിക്കറ്റ് നേടി. ഓക്കെ, ഇനി മലയാളി സ്പിന്നർ ആശാ ശോഭന, ഓർത്ത് വെച്ചോളാം. നമ്മുടെ IPL വിക്കറ്റ് നേടിയ നമ്മുടെ മലയാളി സ്പിന്നർ ആരാണ്? ആശാ ശോഭനയ്ക്ക് 2 വിക്കറ്റ് ഉണ്ട്. ഓക്കെ, ആരാണ് ഫൈനലിലെ താരമായത്? മോളി നെക്സ്. ഓക്കെ, മോളി നെക്സ് ആണ് ഫൈനലിലെ താരമായത്. ഓക്കെ, അപ്പോൾ IPL താരമായത് ആരാണ്? നമ്മുടെ മോളി നെക്സ് ആണ്. ഓക്കെ, ഇനി ബാംഗ്ലൂരിൻ്റെ ശ്രേയങ്ക പാട്ടീലിനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്ന നേട്ടം. ബാംഗ്ലൂരിലെ ശ്രേയങ്ക പാട്ടീലിന് എന്താണ്? ഏറ്റവും കൂടുതൽ വിക്കറ്റ്. അപ്പോൾ IPL ജയിച്ചത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. തോൽപ്പിച്ചത് ഡൽഹി. ഓക്കെ, ഡൽഹി ഡെവിൾസിനെയാണ്. അതിൽ മലയാളിയായിട്ടുള്ള ആശാ ശോഭനയെ പറ്റി ഓർക്കുക. മലയാളി സ്പിന്നറാണ്. അവർക്ക് 2 വിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനലിലെ താരമായിട്ട് പ്രഖ്യാപിച്ചത് മോളി നെക്സ് ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? ബാംഗ്ലൂരിൻ്റെ ശ്രേയങ്ക പാട്ടീൽ 13 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇനി വണ്ടർ വുമൺ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? എലീസ പെറി. അതായത് കളിക്കളത്തിൽ, അതായത് ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒരേപോലെ മികവ് തെളിയിച്ച ഒരു താരമാണ് ആര്? എലീസ പെറി. അപ്പോൾ എലീസ പെറിയാണ് നമ്മുടെ ബാംഗ്ലൂർ IPLന്റെ വിജയശില്പി എന്ന് പറയാം. നമ്മുടെ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒരേപോലെ തിളങ്ങിയ താരമാണ് ആര്? എലീസ പെറി. അതായത് മുംബൈ ഇന്ത്യൻസിനെതിരെ 6 വിക്കറ്റ് നേടി ബൗളിങ്ങിലും തിളങ്ങി. ഓക്കെ, 2 തവണ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ്, 6 തവണ T20 ലോകകപ്പ് എന്നിവയും അവർ നേടിയിട്ടുണ്ട്. ഓക്കെ, ബാറ്റിംഗ് ശരാശരി എത്രയാണ്? 69.40 ആണ്. അപ്പോൾ എത്ര തവണ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്? 2 തവണ വൺ ഡേ വേൾഡ് കപ്പും 6 തവണ T20 വേൾഡ് കപ്പും നേടിയിട്ടുണ്ട്. 2011 ജർമ്മനി ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾ നേടിയ താരവും കൂടിയാണ് ആര്? എലീസ പെറി. അടുത്തത് സരസ്വതി സമ്മാൻ. ഓക്കെ, സാഹിത്യത്തിനുള്ള 2023 സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മ. ഓക്കെ, പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം. ഏതാണ്? രൗദ്ര സാത്വികം എന്ന കാവ്യഖ്യായികയ്ക്കാണ് 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം. ഓക്കെ, അപ്പോൾ പ്രഭാവർമ്മയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ സരസ്വതി സമ്മാൻ ലഭിച്ചിരിക്കുകയാണ്. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? രൗദ്ര സാത്വികം. ഓക്കെ, പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇനി സരസ്വതി സമ്മാനം എന്നാണ് നൽകി തുടങ്ങുന്നത്? 1991 മുതൽ KK ബിർള നമ്മുടെ സരസ്വതി സമ്മാനം നൽകുന്നത് എന്നാണ്? 1991 മുതലാണ് KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത്. നമുക്കറിയാം 1991 KK ബിർള നൽകുന്ന മറ്റൊരു പുരസ്കാരത്തിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? വ്യാസ സമ്മാനം. ഓക്കെ, ഇനി 1995 ബാലാമണി അമ്മയ്ക്കും 2005 പ്രൊഫസർ K അയ്യപ്പ പണിക്കറിനും 2012 സുഗതകുമാരി എന്നിവർക്കും ഇതിനു മുമ്പ് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ്? ആദ്യമായി സരസ്വതി സമ്മാനം ലഭിച്ച മലയാളി ആരാണ്? 1995 ബാലാമണി അമ്മ, 2005 പ്രൊഫസർ K അയ്യപ്പ പണിക്കർ, 2012 സുഗതകുമാരി. അങ്ങനെ 4ാമതായി ലഭിച്ച മലയാളിയാണ് ആര്? പ്രഭാവർമ്മ. കൃതി രൗദ്ര സാത്വികം. ഓക്കെ, അതിൽ 1995 ബാലാമണി അമ്മ, 2005 പ്രൊഫസർ K അയ്യപ്പൻ, 2012 സുഗതകുമാരി. 10 വർഷത്തിൽ 22 ഭാഷകളിൽ പ്രതിനിധാനം ചെയ്യുന്ന ആ കൃതികൾക്കാണ് ഈ സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. അടുത്തത് പെരുമാറ്റച്ചട്ട ലംഘനം. വിജിൽ ആപ്പ് വഴി നമുക്ക് പരാതി നൽകാം. ഓക്കെ, അപ്പോൾ എന്താണ് പെരുമാറ്റച്ചട്ട ലംഘനം? നമുക്ക് ഇലക്ഷൻ വരാൻ പോവാണ് അല്ലേ? അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും പ്രതിനിധികൾ പുതുതായിട്ട് വല്ല വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പേരിൽ ഒരു പെരുമാറ്റച്ചട്ടത്തിന് ഒരു പ്രശ്നം വന്നിരുന്നു അല്ലേ? അതായത് ഒരു പുതിയ വാഗ്ദാനം നൽകിയെന്നും അത് വാഗ്ദാനമല്ല പണ്ട് നടപ്പാക്കുകയാണെന്നൊക്കെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ പെരുമാറ്റച്ചട്ട ലംഘനം ഏത് പൗരന്മാർക്ക് വേണമെങ്കിലും ഈ വിജിൽ ആപ്പ്
വഴി നൽകാം. അതായത് ഏത് സ്ഥലത്തു നിന്നാണ് ഫോട്ടോ വീഡിയോ എടുക്കുന്ന ആപ്പ് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയ സ്ഥലമൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തിരിച്ചറിയുകയും ഫോൺ നമ്പർ, OTP, വ്യക്തിവിവരങ്ങൾ നൽകി പരാതി സമർപ്പിക്കുന്ന ആൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സും എല്ലാം ലഭിക്കുന്നതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിലും ഇപ്പോൾ പേരൊന്നും വെളിപ്പെടുത്താതെയാണെങ്കിലും ഈ ഒരു ആപ്പ് വഴി എന്തെങ്കിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പെരുമാറ്റച്ചട്ട ലംഘനമായിട്ടുള്ള പരാതി ഉണ്ടെങ്കിൽ നൽകുകയോ ഒക്കെ ചെയ്യാം. അടുത്തത് ചരിത്ര നേട്ടവുമായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ്. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം ഈ അടുത്ത് ഇറങ്ങിയ ഒരു സർവൈവൽ ത്രില്ലറാണ് അല്ലേ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മഞ്ഞുമ്മൽ ബോയ്സിന് എത്ര കോടിയായി? 200 കോടി ചരിത്ര നേട്ടവുമായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ്. ഇതിനു മുമ്പ് മഞ്ഞുമ്മൽ ബോയ്സ് ഏതാണ് 2018 ഓക്കെ 2018 എന്ന് പറഞ്ഞ മൂവിനെ മറികടന്നാണ് ഇത്രയും ഒരു വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള ചിത്രവും ഏതാണ്? തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രവും മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഓക്കെ, 175 കോടി നേടിയ 2018 ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമെന്ന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇത്രയും തമിഴ്നാട്ടിലൊക്കെ വളരെയധികം ഹിറ്റായിരുന്നു. തമിഴ് സിനിമകൾ കേരളത്തിൽ ഓടുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ അത് മാറി മഞ്ഞുമ്മൽ ബോയ്സ് പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് അല്ലേ. ഇനി ആടുജീവിതം എങ്ങാനും ഇതിനെയും കളക്ഷൻ കടത്തിവിട്ടു എന്ന് നമ്മൾ കണ്ടറിയണം അല്ലേ. അടുത്തത് വായു മലിനീകരണത്തിൽ ഇന്ത്യ 3ാമത്. ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ എത്രാമതായി? 3ാമതായി. ഓക്കെ, ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് ആദ്യത്തെ 2 സ്ഥാനങ്ങൾ. 1ാം സ്ഥാനത്ത് ആരാണ് വായു മലിനീകരണത്തിൽ? 1ാം സ്ഥാനം ബംഗ്ലാദേശും 2ാം സ്ഥാനം പാകിസ്ഥാനും. ഓക്കെ, ഇത് പ്രഖ്യാപിച്ചിരിക്കുന്ന ആരാണ്? സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് IQ Air എന്ന സ്ഥാപനമാണ് 2023 റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഇനി നഗരങ്ങളുടെ പട്ടികയിൽ ബീഹാറിലെ ബെഗുസരയാണ് 1ാമത്. ഓക്കെ, അതായത് വായുമലിനീകരണത്തിൽ നമ്മുടെ ബീഹാറിലെ ബെഗുസരയാണ് 1ാമത്. ഗുവാഹട്ടി, ഡൽഹി എന്നീ നഗരങ്ങൾ 2ഉം 3ഉം സ്ഥാനത്തെത്തി. ഓക്കെ, അപ്പോൾ വായു മലിനീകരണത്തിലെ നഗരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ള ആരാണ്? നമ്മുടെ ബീഹാറിലെ ബെഗുസരായ്. 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ളത് ഗുവാഹട്ടി, ഡൽഹി. ഓക്കെ, അപ്പോൾ വായു മലിനീകരണത്തിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാമത് ബംഗ്ലാദേശ്, 2ാമത് പാകിസ്ഥാൻ, 3ാമത് ഇന്ത്യ. എന്നാൽ നഗരങ്ങളുടെ പട്ടികയിലോ ബീഹാർ. ഓക്കെ, പട്ടികയിൽ ബീഹാറിലെ ബെഗുസറായ് 1ാമത്, ഗുവാഹട്ടി 2, ഡൽഹി 3. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പട്ടിക പ്രകാരം അതായത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലുള്ള IQ Air എന്ന സ്ഥാപനമാണ് ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏറ്റവും മലിനീകരണമുള്ള തലസ്ഥാന നഗരം എന്ന പദവി നേടിയത് ആരാടെ? അത് ഡൽഹിയാണ്. ഓക്കെ, ന്യൂഡൽഹി ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമായി നമ്മുടെ ബീഹാറിലെ ബെഗുസരായ് മാറി. ന്യൂഡൽഹിയാണ് നമ്മുടെ ഏറ്റവും മലിനീകരണമുള്ള തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ഇനി ഏറ്റവും മോശം വായു ലഭിക്കുന്ന തലസ്ഥാന നഗരം ഡൽഹിയും, എന്നാൽ നഗരം ചോദിച്ചാൽ അത് ബീഹാറിലെ ബെഗുസരായുമാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ആരാണ്? IQ Air പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 134 രാജ്യങ്ങളുടെ പട്ടികയിൽ വായു മലിനീകരണത്തിൽ ഏറ്റവും കൂടുതലുള്ള 3ാമത്തെ രാജ്യം ഇന്ത്യയായിരുന്നു. ഓക്കെ, അപ്പോൾ വായു മലിനീകരണമുള്ള 3ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. എന്നാൽ ഏറ്റവും വായു മലിനീകരണമുള്ള മെട്രോപൊളിറ്റൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെഗുസരായ്, ബീഹാർ. ഓക്കെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ളത്. 2022 ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള 8ാമത്തെ രാജ്യമായിരുന്നു. 2023 3ാം സ്ഥാനത്തെത്തി കൂടി 2022 വെറും 8ാം സ്ഥാനത്തിലെ ആയിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. ഓക്കെ, 2018 മുതൽ 4 തവണയാണ് ലോകത്തെ ഏറ്റവും മലിനീകരണമായുള്ള വായുവുള്ള തലസ്ഥാന നഗരമായിട്ട് നമ്മുടെ ന്യൂഡൽഹി മാറുന്നത്. അടുത്തത് ചുവപ്പ് ജാഗ്രതയുമായി WMO. എന്താണ്? ആഗോള താപനം മൂലം ലോകം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ, അതായത് ലോക കാലാവസ്ഥാ സംഘടന. ഓക്കെ, ലോക കാലാവസ്ഥാ സംഘടന പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അളവിൽ ഹരിതഗൃഹവാതകങ്ങൾ
നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിയത് നമ്മുടെ കരയിലും വെള്ളത്തിലും ചൂടുയർന്നതും ഹിമാനികളും കടലിലെ ഐസും എല്ലാം ഉരുകുകയും എല്ലാം ഈ ഇതൊരു ഭയാനകമായൊരു സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് നമ്മുടെ WMO പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലുള്ള സിറ്റുവേഷൻ നമുക്കറിയാം അല്ലേ, അതിഭയങ്കരമായ ചൂടാണ് കേരളത്തിലാണെങ്കിലും അനുഭവപ്പെടുന്നത്. ഏറ്റവും ചൂടേറിയ വർഷമെന്ന് 2023 റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനെ മറികടന്ന് ആര് വന്നു? 2024 വരാൻ സാധ്യതയുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. 2023 ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇനി ഏറ്റവും ചൂടേറിയ വർഷമായി മാറാൻ പോകുന്ന ആരാണ്? 2024. ആഗോള കാലാവസ്ഥയുടെ അവസ്ഥ എന്ന റിപ്പോർട്ടിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഗോള കാലാവസ്ഥയുടെ അവസ്ഥ എന്ന റിപ്പോർട്ടിലാണ് ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഭൂമി ദുരിത മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആരാണ് നമ്മുടെ UN സെക്രട്ടറി ജനറൽ? അന്റോണിയോ ഗുട്ടറസ്. ഭൂമി ദുരിത മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? കുടിയേറ്റം, ഭക്ഷ്യഭദ്രത ഇല്ലായ്മ വരും. അതുപോലെ തന്നെ കുടിയേറ്റം കൂടും, അസമത്വം കൂടും. ഇതെല്ലാം ലോകത്ത് വിഭിന്നങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ UN-ഉം മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ മാർച്ചിലെ എല്ലാ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മന്ത്ലി വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതേപോലെ നെക്സ്റ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ബൈ.